ഹരി ഓം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 14-ാം അധ്യായം. അതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയം സംസാര അടവി. നമ്മൾ പറഞ്ഞല്ലോ, ആ സംസാരത്തിന് നമ്മുടെ സാധാരണ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത്, ആ സംസാരത്തിനെ ഒരു കാടായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാടിൻ്റെ അതൊരു ഉപമ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു മറ്റേ വേർഷൻ, അതായത് ശരിയായിട്ടുള്ള ആ കാടെന്നുള്ളതിനെ നമ്മളെ സംസാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുന്നൊരു വേർഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിലെ തന്നെ അപ്പം നമ്മൾ പറഞ്ഞാണ് പോകുന്നത് സംസാരം ഇന്നതാണെന്നും ഇതൊക്കെയാണ്. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനം നമ്മൾ പറയാൻ ഉദ്ദേശിക്കേണ്ടല്ലോ. വായിക്കുന്നത് വ്യക്തമായിട്ട് വായിച്ച് പോയാൽ മതിയെന്നാണ് എൻ്റെ ഒരു പക്ഷം. നിങ്ങൾക്ക് ഒത്തിരി ഒന്നും ആയാലത് ഈ വായിക്കുമ്പോൾ അത് മനസ്സിലാകണമെന്നും ഇല്ല. പിന്നെ വാക്കുകൾ സ്പഷ്ടമാക്കുവാൻ വേണ്ടിയിട്ട് ഒന്ന് പിരിച്ചൊക്കെ പറയാം. അത് മതിയല്ലോ. എന്നാൽ അങ്ങനെ വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ ചതുർദശോധ്യായഃ. സ ഹോവാച, അതായത് ശ്രീ ശുക ഉവാച. സ ഹോവാച യേഷ ദേഹാത്മമാനിനാം സത്വാദിഗുണവിശേഷ വികൽപ്പിത കുശലാകുശല സമവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിഭിർ വിയോഗ സംയോഗാദി അനാദിസംസാരാനുഭവസ്യ ദ്വാരഭൂതേന ഷഡിന്ദ്രിയവർഗേണ തസ്മിൻ ദുർഗാധ്വവത് അസുഖമേധ്വന്യാപതിത ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോർ വശവർത്തിന്യാ മായയാ ജീവലോകോയം യഥാ വണിക് സാർദ്ധോർധപര സ്വദേഹ നിഷ്പാദിത കർമാനുഭവ ശ്മശാനവദ അശിതവമായാം സംസാരാടവ്യാം ഗതോ നാദ്യാപി വിഫലബഹു പ്രതിയോഗേ ഹസ് തത്വാപോപശമനീം ഹരിഗുരുചരണാരവിന്ദ മധുകരാനുപദവീം അവരുന്ധേ യസ്യാമോഹാവായേതേ ഷഡ് ഇന്ദ്രിയനാമാന കർമ്മണ ദസ്യവ ഏവ തേ. നമ്മൾ വായിക്കാമേ. യേഷ ദേഹാത്മമാനിനാം സത്വാദിഗുണ വിശേഷ വികൽപ്പിത കുശലാകുശല സമവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിഭിർ. അവിടെ നിർത്തണം. വിയോഗ സംയോഗാദി ദ്യാന്നിരിക്കുന്നതിൽ ആദി എന്നാക്കിയിട്ട് അനാദി എന്ന് വായിക്കണം. അനാദി ഇട്ടിട്ട് സംസാരാനുഭവസ്യ ദ്വാരഭൂതേന ഷഡിന്ദ്രിയവർഗേണ തസ്മിൻ ദുർഗാധ്വവദ അസുഖമേധ്വനി എന്ന ആപതിത ധന്യാപതിത എന്നല്ലേ, ധ്വനി ധന്യ എന്നല്ല, അധ്വനി ആപതിത അധ്വന്യാപതിത എന്നങ്ങനെയായത്. ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോർ വശവർത്തിന്യാ മായയാ ജീവലോകോയം യഥാ വണിക് സാർദ്ധോർധപര സ്വദേഹ നിഷ്പാദിത കർമാനുഭവ ശ്മശാനവദശിവതമായാം സംസാരാടവ്യാം ഗതോ നാദ്യാപി വിഫല ബഹുപ്രതിയോഗേ തത്താപോപശമനി. കഴിഞ്ഞ വിസർഗമാണ്. പ്രതിയോഗേ തത്താപോപശമനി വെട്ടിക്കളഞ്ഞത്. ഹരിഗുരു ചരണാരവിന്ദ മധുകരാനുപദവീം എന്നാക്കിയിട്ട് പിന്നെ അവരുന്ധേ യസ്യാമോഹാവാ ഏതേ ഷഡിന്ദ്രിയ നാമാന കർമ്മണ ദസ്യവ ഏതേ.
ഏവ തേ വണിക്സാർദ്ധയാം പിരിച്ചെഴുതുന്ന മാത്രം പറയാമേ. യാ യേഷ അർത്ഥപര വണിക്സാർദ്ധ കച്ചവട സംഘമെന്ന് ആ കച്ചവട സംഘത്തിനെക്കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞിരുന്നു. എന്നതൊക്കെ പറഞ്ഞു വരുന്നത്. സായം ജീവലോക, അത് ഈ ജീവലോകമാകുന്നു. ദേഹാത്മമാനിനം, ദേഹത്തെ ആത്മാവെന്ന് അഭിമാനിക്കുന്നവരുടെ സത്വാദി ഗുണവിശേഷ, സത്വം മുതലായ ഗുണവിശേഷങ്ങളാൽ വികൽപ്പിത, പലതരത്തിൽ പറയപ്പെടുന്ന കുശല, ശ്രേഷ്ഠങ്ങളും പുണ്യങ്ങളുമായ ആ കുശല അതല്ലാത്തതായ സമവഹാര അത് സമവഹാര, അത് രണ്ടും കൂടെ മിശ്രങ്ങളായ കർമ്മത്തിൽ എന്നൊക്കെ ഉള്ളൂ. ദേഹാവലിഭി വാക്കുകളൊന്ന് വായിക്കാം. സംയോഗാദി അനാദി സംസാര അനുഭവസ്യ ദ്വാരഭൂതേന ദുർഗാധ്വവത് നടന്നു പോകാനായിട്ട് വളരെ ദുർഗമായ പ്രയാസമുള്ള വഴി പോലെ. അസുഗമേ സഞ്ചാരയോഗ്യം, അസുഗമേ സുഖസഞ്ചാര ഉചിതമല്ലാതിരിക്കുന്ന തസ്മൈ അധ്വനി ആ മാർഗത്തിൽ സംസാരത്തിൽ ഭഗവത ഭവാനും ഈശ്വരസ്യ എല്ലാം നിയന്ത്രിക്കുന്നവനുമായ വിഷ്ണുവിൻ്റെ വശവർത്തിന്യ മായ വിഷ്ണുവിന് അധീനയാണ്. ആപതിത അയം ജീവലോക അർത്ഥപര വണിക്സാർദ്ധ സ്വദേഹ നിഷ്പാദിത കർമാനുഭവ അശിതവമായ അമംഗളം. ശിവതമം മംഗളകരം. അശിവതമം എന്ന് പറഞ്ഞാൽ അശിവതമായ ശിവം മംഗളം, ശിവമല്ലാത്ത. ശ്മശാനം പോലെ, ശ്മശാനപത് ഉണ്ടായിരിക്കും എവിടെയെങ്കിലും. അങ്ങനെ അങ്ങ് വായിച്ചാൽ മതി. ഞാൻ അടുത്ത ലൈൻ വായിക്കാതെ. അത് ആ സംസാര അടവിയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഒരു രണ്ടാമത്തെ വിശദീകരണ ഭാഗമെന്നേ ഉള്ളൂ. അത് വായിക്കാൻ നമുക്ക് പഠിച്ചാൽ മതി. കാരണം 45 ശ്ലോകമുണ്ട്, അതെപ്പോൾ തീരുമല്ലെങ്കിൽ. തത് യഥാ പുരുഷസ്യ ധനം യത് കിഞ്ചിത് ധർമ്മ ഔപയികം ബഹുകൃച്ഛ്രാധിഗതം സാക്ഷാത് പരമപുരുഷാരാധനലക്ഷണോ യോസൗ ധർമ്മസ്ഥം തു സാംബരായ ഉദാഹരന്തി. തദ്ധർമ്മ്യം ധനം ദർശന സ്പർശന ശ്രവണാസ്വാദന അവഘ്രാണ സങ്കല്പവ്യവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കഴിഞ്ഞ് ഭോഗേന കുനാഥസ്യാജിത ആത്മനോ യഥാ സാർത്ഥസ്യ വിലുംബന്തി. എന്നോട് വായിക്കണം. തദ് യഥാ പുരുഷസ്യ ധനം യത് കിഞ്ചിത് ധർമ്മോപയികം ബഹുകൃച്ഛ്രാധിഗതം സാക്ഷാത് പരമ പുരുഷാരാധനലക്ഷണോ. നിർത്തുന്നിടത്തൊക്കെ നിങ്ങൾ കോമായിട്ടുണ്ടാൽ മതി, അപ്പം ശരിയാകും. യോസൗ ധർമ്മസ്ഥം തു സാംബരായ ഉദാഹരന്തി. തദ്ധർമ്മ്യം ധനം ദർശന സ്പർശന ശ്രവണാസ്വാദന അവഘ്രാണ, അവിടെ ഒരു അവഘ്രാണ എന്നാക്കണം. സങ്കല്പ വ്യവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കുനാഥസ്യ അജിത ആത്മനോ യഥാസാർത്ഥസ്യ വിലുംബന്തി. 2. അഥ ച യത്ര കൗടുംബിക ധാരാപത്യാദയോ നാംന കർമ്മണ വൃക സൃഗാല ഏവ അനിച്ഛതോപി എന്നാക്കണം. കദര്യസ്യ കുടുംബിന ഉരണകവത് പിന്നെ സംരക്ഷ്യമാണം മിഷതോപി ഹരന്തി. അത് മീ തന്നെയാണ്, ടിക്കിടുക മീക്ക്. മിഷതോപി ഹരന്തി. യഥാ ഹി അനുവത്സരം കൃഷ്യമാണമപ്യദഗ്ധബീജം അനുവത്സരം കൃഷ്യമാണം അപ്യദഗ്ധബീജം
ക്ഷേത്രം പുനരേവാവപനകാലേ ഗുൽമ തൃണവീരുദ്ഭിർ അവിടെ നിർത്തുക, കോമ ഇടുക. ഗഹ്വരമിവ ഭവത്യേവം ഏവ ഗൃഹാശ്രമ കർമ്മക്ഷേത്രം യസ്മിൻ നഹി കർമാണി നാക്കിയിട്ട് ഉത്സീദന്തി എന്നാക്കണം. അന്യു എന്നുള്ളിടത്ത് കർമാണി ഉത്സീദന്തി എന്ന് പിരിച്ചെഴുതിക്കോ, അപ്പം നമുക്ക് തെറ്റത്തില്ല. യദയം കാമകരണ്ട ഏഷ ആവസഥ എന്നാണ്. ആവസ്ഥ അല്ല, ആവസഥ കണ്ടോ. പിന്നെ അഞ്ചാമത്തെ തത്രഗതോ ദംശ കോമ മശക കോമ സമാപസദൈർ കോമ മനുജൈ ശലഭ കോമ ശകുന്ത കോമ തസ്കര കോമ മോഷകാദിഭിർ എന്നാക്കുക. എന്നിട്ട് ഉപരുദ്ധ്യമാന ബഹി പ്രാണ ക്വചിത് പരിവർത്തമാനോസ്മിൻ അധ്വനി കാമകർമ്മഭിർ എന്നാക്കണം. എന്നിട്ട് പിന്നെ രൂ വെട്ടിട്ട് ഉപരക്ത മനസ അനുപപന്നാർത്ഥം ഉണ്ടോ, ഉപരക്ത മനസ എന്ന് മാത്രം. എന്നിട്ട് ആ നീട്ടിൻ്റെ അവിടെ എന്നുള്ളത് വെട്ടിയിട്ട് ആ നാക്കുക അവിടെ ആ മുകളിൽ. അനുപപന്നാർത്ഥം നരലോകം ഗന്ധർവ നഗരം എന്നാക്കുക. പിന്നെ വെട്ടിക്കളഞ്ഞിട്ട് ഉപപന്നമിതി മിഥ്യാദൃഷ്ടിർ അനുപശ്യതി. ദൃഷ്ടിർ എന്നാക്കിയിട്ട് പിന്നെ അനുപശ്യതി എന്നാക്കുക അവിടെ. അപ്പം നന്നായിട്ട് വായിക്കാം. തത്ര ച ക്വചിത് ആതപോദക നിഭാൻ എന്നാക്കണം. ക്വചിത് ആതപോദക നിഭാൻ വിഷയാനുപധാവതി പാനഭോജന വ്യവായാദി വ്യസനലോലുപഃ ക്വചിച്ചാശേഷദോഷ അവിടം വരെ. നിഷദനം പുരീഷ വിശേഷം തദ്വർണഗുണനിർമ്മിതമതി സുവർണമുപാദിത് സത്യാഗ്നി കാമകാതര ഇവോന്മുഖപിശാചം അഥ കഥാചിൻ നിവാസപാനീയ ദ്രവിണാദി അനേകാത്മോപജീവന അഭിനിവേശ ഏതസ്യാം സംസാരാടവ്യാം ഇതസ്തത പരിധാവതി ക്വചിത് വാത്തി ഔപമ്യയ ഒന്നിച്ച് വായിച്ചാൽ മതി. ക്വചിത് വാത്യൗപമ്യയ. പിന്നെ പ്രമദ ആരോഹമാരോപിത സ വെട്ടിക്കളഞ്ഞാൽ തത് കാലരജസ രജനീഭൂത ഇവാ സാധുമര്യാദോ രജസ്വലാക്ഷോപി ദിഗ്ദേവത അതി കോമ രജസ്വലമതിർന്ന അതി കഴിഞ്ഞ് കോമ ഇടണേ. അതി രജസ്വലമതിർന്ന വിജാനാതി. ക്വചിത് സകൃത് ദായുടെയും വായുടെ ഇടയ്ക്ക് മുകളിൽ ആ എഴുതുക. അവഗത വിഷയ വൈദഗ്ധ്യ സ്വയം പരാഭിധ്യാനേന വിഭ്രംസിത സ്മൃതിസ്തയ ഇവ മരീചിതോയ പ്രായാം താനേവാഭിധാവതി. ആ സ്വയം വെട്ടിക്കളഞ്ഞേര്. മരീചിതോയ പ്രായാൻ താനേവാഭിധാവതി. ക്വചിത് ഉലൂക കോമ ജില്ലീസ്വനവത്. ക്വചിത് ഉലൂക ഒന്നിച്ച് വായിച്ചാൽ മതി. ക്വചിത് ഉലൂക കോമ ഇട്ടിട്ട്
ചില്ലീസ്വനവത് എന്നാക്കുക. എന്നിട്ട് അതായുടെയും തീയുടെ ഇടയ്ക്ക് മുകളിൽ അതിപരുഷ രഭസാടോപം എന്നാക്കണം. അതിഭരുഷ രഭസാടോപം പ്രത്യക്ഷം പരോക്ഷം വാ രിപുരാജകുല നിർഭർസിതേനാതി കോമായിട്ടോ വ്യഥിത എന്നുണ്ട്. കർമ്മമൂല ഹൃദയ, ചില പുസ്തകത്തിൽ വ്യഥീന്നേ ഉള്ളൂ, അത് തീന്നും കൂടി ഉണ്ട്. നിർഭത്സിതേനാതി വ്യഥിത കർണമൂല ഹൃദയ. അടുത്തത് യസ യഥാ ദുഗ്ധപൂർവ സുഹൃതസ്തദാ കാരസ്കര കാകതുണ്ടാദി, കാരസ്കര ഇട്ടിട്ട് കാകതുണ്ടാദി എന്ന് അത് കഴിഞ്ഞിട്ട് ഇദ്യ എന്നുള്ള ഇദ്യ എന്നെഴുതുന്ന അങ്ങ് വെട്ടിക്കളഞ്ഞ ആദിന്ന് എഴുതിയല്ലോ. എന്നിട്ട് അപുണ്യദ്രുമ ലതാ വിഷോദപാനവത്, പുണ്യദ്രുമ ലതാ വിഷോദപാനവത് എന്നാക്കിയില്ലേ. പിന്നെ ദൂ എന്നുള്ളതിൻ്റെ ആ ഊ ഇട്ടിരിക്കുന്ന സിമ്പിൾ ഇത് അതിൻ്റെ ആ സിമ്പൽ അങ്ങ് മാറ്റുക, ദൂ എന്നുള്ളതിൻ്റെ ഊ എന്നെഴുതിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഉഭയാർത്ഥ എന്നാക്കണം. അത് ദൂയുടെയും ഭായുടെയും കൂടി ഇടയ്ക്ക് മുകളിൽ ഊ എഴുതിയാൽ മതി. ഉഭയാർത്ഥ ശൂന്യദ്രവിണാൻ ജീവൻ മൃതാൻ സ്വയം ജീവൻ മ്രിയമാണ ഉപധാവതി. 12 ഏകദാ സത് പ്രസംഗാത്ത് എന്നാണേ. പിന്നെ നികൃതമതിർ എന്നാക്കിയാൽ മതി, ഇനി വേണ്ട. പിന്നെ പ്രസംഗാത് നികൃതമതിർ വ്യുതക സ്രോത സ്ഖലനവത്, അവിടെ സ വേണം കേട്ടോ. സ്ഖലനവത് ഉഭയതോപി ദുഃഖദം പാഖണ്ഡം അഭിയാതി. യഥാതു പരബാധയാന്ധ ആത്മനെ നോപനമതി തദാഹി പിതൃപുത്ര ബർഹിഷ്മത ബർഹിഷ്മത പിതൃപുത്രാൻ വാ സഖലു ഭക്ഷയതി. അതൊന്നുമില്ല അതിനകത്ത്. അവിടെ പിതൃപുത്ര കഴിഞ്ഞൊരു ബർഹിഷ്മത എന്നുള്ളിടത്ത് പിതൃപുത്ര ഒന്ന് നിർത്തിക്കുക, നിങ്ങൾക്കൊരു ഒന്നിച്ച് വായിക്കാൻ പ്രയാസമാണ്. പിതൃപുത്ര ബർഹിഷ്മത പിതൃപുത്രാൻ വാ സഖലു ഭക്ഷയതി. ക്വചിദാസാദ്യ ഗൃഹം ദാവവത് പ്രിയാർത്ഥ വിധുരം അസുഖോദർക്കം, വിധുരം നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അസുഖോദർക്കം ശോകാഗ്നിന ദഹ്യമാനോ ഭൃശം നിർവേദം ഉപഗച്ഛതി. പിന്നെ 15 ക്വചിത് കാലവിഷമിത രാജകുല പ്രിയതമ, ഒന്നും തെറ്റാതെ വായിക്കാവുന്നേ ഉള്ളൂ. പ്രിയതമ ധനാസു പ്രമൃതക ഇവ വിഗത ജീവലക്ഷണ ആസ്തേ. കഥാചിൻ മനോരഥോപഗത ഒന്നിച്ച് വായിച്ചാൽ മതി. കഥാചിൻ മനോരഥോപഗത പിതൃപിതാമഹാദി, ദിയാന്ന് വെട്ടിയിട്ട് ദീ നാക്കുക, പിതാമഹാദി. പിന്നെ എഴുതേണ്ടത് എഴുതണം. അസത് സത് ഇതി, അസത് സത് എന്നാക്കിയിട്ട് തീയുടെ ഇടയ്ക്കൊരു ഈ എഴുതി വെച്ചാൽ മതി. അപ്പം ഇതിന്ന് വായിക്കും. ദ എന്നാക്കിയിട്ട് എന്ന് വായിക്കും. അസത് സത് ഇതി, അല്ലെങ്കിൽ ഒന്നിച്ച് അസത് സത് ഇതി. അപ്പം ദിതി എന്ന് വായിക്കരുത്, അസത് സത് ഇതി എന്ന് വായിക്കണം. സ്വപ്ന നിർവൃതി ലക്ഷണം അനുഭവതി. സ്വപ്ന നിർവൃതി ലക്ഷണം അനുഭവതി. ക്വചിത് ഗൃഹാശ്രമ കർമ്മചോദന അതിഗഭീരഗിരിം ഗൃഹാശ്രമ കർമ്മചോദന എന്ന് നിർത്തുക. പിന്നെ അതിഭരഗിരിം മാ വെട്ടുക. ആരുരുക്ഷമാണോ
ലോകവ്യസന കർഷിതമന കണ്ടകശർക്കരാക്ഷേത്രം പ്രവിശൻ നിവസീദതി. ക്വചിച്ച ദുസ്സഹേന കായാഭ്യന്തരവന്നിന ഗൃഹീതസാര സ്വകുടുംബായ ക്രുദ്ധ്യതി. സയേവ പുനർനിദ്രാജഗര കൊമ ഗൃഹീതോന്ധേ തമസി മഗ്ന ശൂന്യാരണ്യ ഇവ ശേതേ നാന്യത് കിഞ്ചന വേദ ശവ ഇവാപവിദ്ധഃ. ഹരി ഓം.